നമുക്ക് പ്രാർത്ഥിക്കാം. മഹത്വമേ സ്തുതി പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങൾക്കായിട്ട് ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു. പ്രത്യേക ഇന്ന് രാവിലെ സമയം കർത്താവ് നിനക്ക് നിന്നെ ആരാധിക്കുവാൻ സ്തുതിക്കുവാനിടയായി, എനിക്ക് വേണ്ടി ചെയ്ത വലിയ നിർമ്മങ്ങളെ ഓർക്കുവാനിടയായി, അതിനുശേഷം നിന്റെ മാറ്റമില്ലാത്ത വനത്തിന് മുമ്പാകെ ഇരിക്കുവാനിടയായി കർത്താവെ, ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള നിർമ്മങ്ങൾക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, നിന്നെ കൂടുതൽ കർത്താവെ നിന്നിൽ നിന്ന് പഠിച്ച് നിന്നോട് കൂടുതൽ കർത്താവെ ആ നിലയിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെ തന്നെ ആ നിലയിൽ ഒരുക്കിക്കൊണ്ട് ജീവിക്കുവാൻ ഒരു ദിവസം ഞങ്ങളെ സഹായിക്കണം, കൃപ ചെയ്യണം കർത്താവെ. പിന്നെ ഞങ്ങൾ അല്പസമയം നിന്റെ സന്നിധിയിലായിരിക്കുന്നു. നീ ആവശ്യമായിട്ടൊക്കെ കൊള്ളാതെ നിറയ്ക്കണമേ. പ്രത്യേക കർത്താവിന്റെ ദാസന്മാരെ ഞങ്ങളുടെ മതത്തിൽ നീ കർത്താവെ കൊണ്ടുവന്നിരിക്കുന്നതായിരുന്നു സ്തുതിക്കുന്നു. പ്രത്യേക വിനോദ് ചാക്കോ ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. താങ്കൾ കർത്താവെ കഴിഞ്ഞ ദീർഘവർഷങ്ങളായി കർത്താവിന് വേണ്ടി പാടുവാൻ കർത്താവിന്റെ ദാസനെ ബലപ്പെടുത്തി ഇന്ന് അല്പസമയം ഞങ്ങൾ ആയിരിക്കുവാൻ സഹായിക്കുന്ന ദാസനെ നീ ബലപ്പെടുത്തണം, ശക്തീകരിക്കണം. അതിനുശേഷം നടക്കുന്ന ബൈബിൾ സ്റ്റഡിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയപരാംഗങ്ങളെ നീ ബലപ്പെടുത്തണം, സഹായിക്കണം. ശുശ്രൂഷയെ നീ മാനിക്കണമേ, സഹായിക്കണമേ. സമസ്ത കാരണം സമർപ്പിക്കുന്നു എല്ലാം ക്രിസ്തുയേശുവിന്റെ ധന്യമായ നാമത്തിൽ തന്നെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. രണ്ട് വാക്ക് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. പ്രത്യേക നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിരിക്കുന്ന പ്രത്യേക വിനോദ് ചാക്കോ ബ്രദർ കഴിഞ്ഞ ദീർഘവർഷങ്ങളായി കർത്താവിന് വേണ്ടി പാടുവാൻ പ്രത്യേക ദൈവം തന്നെ എടുത്തുപയോഗിക്കുന്നു. ഏകദേശം 40 വർഷത്തിൽ അധികം ആയി ദൈവത്തിന് വേണ്ടി പാടുവാൻ തന്നെ ബലപ്പെടുത്തുന്നുണ്ട്. നമുക്കെല്ലാവർക്കും വളരെ സുപരിതമായിട്ടുള്ള ഒരു ദൈവത്തിൻ്റെ ദാസനാണ്. അനേക പാട്ടുകൾ നമുക്ക് പഠിക്കുവാനും ഒക്കെ കേൾക്കുവാനും ഒക്കെ കൂടെ നമുക്ക് സാധിക്കുന്നു. ഇന്ന് ഈ നിലയിൽ നമ്മുടെ മധ്യത്തിലായിരിക്കുവാൻ സഹായിച്ചത് ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്പോൾ 2-3 പാട്ടുകൾ താൻ നമുക്ക് വേണ്ടി പാടുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥനയോട് ദൈവസന്നിധിയിലായിരിക്കാം. തന്നെ ദൈവം ബലപ്പെടുത്തട്ടെ. ആ നിലയിൽ ഈ മീറ്റിങ്ങിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. അതിനുശേഷം പാട്ടിന് ശേഷം ലഭിക്കുന്ന സമയം ഗ്രാമങ്ങൾ ബൈബിൾ സ്റ്റഡി ഉള്ള ബന്ധത്തിൽ ചില ക്ലാസ്സുകൾ എടുക്കുന്നതായിരിക്കും. യൂത്സിനുള്ള ബന്ധത്തിൽ ചില ക്വസ്റ്റ്യൻസുകൾ അവർക്ക് ഉള്ളത് അവർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനുള്ള ചില അതിൻ്റെ ആൻസറുകളെല്ലാം താൻ നമ്മളോട് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ നിലയിൽ ഇതനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷയായിരിക്കുവാൻ ദൈവം സഹായിക്കട്ടെ. ഇപ്പോൾ വിനോദ് ചാക്കോ തന്നെ ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് നിങ്ങളോട് ചേർന്ന് വലിയവനായ ദൈവത്തെ ആരാധിക്കുവാനും സന്തോഷിക്കുവാനും ഈ നിലയിൽ ഇടയായതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ കർത്തൃദാസനോടൊപ്പം ഇങ്ങനൊരു അവസരം എനിക്കും ലഭിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഒരുപാട് പ്രാവശ്യം ഇവിടെ ഫിലദൽഫിയയിൽ വന്നിട്ടുണ്ടെങ്കിലും ഈ ചർച്ചിൽ വരുവാനായിട്ട് കഴിഞ്ഞില്ല. മറ്റൊന്നും കൊണ്ടല്ല, സാധാരണ ഞായറാഴ്ചകളിൽ ശനിയാഴ്ച പ്രോഗ്രാം കഴിഞ്ഞ് ഞായറാഴ്ച രാവിലെ ഏതെങ്കിലും മറ്റുള്ള സ്റ്റേറ്റിലേക്കൊക്കെ യാത്ര ചെയ്യുകയായിരിക്കും. അതുകൊണ്ട് സാധാരണ ഒരു ഞായറാഴ്ചകളിൽ ഇവിടെ വരുമ്പോൾ, വിസിറ്റിന് വരുമ്പോൾ ആരാധനയ്ക്ക് പങ്കെടുക്കുവാൻ സാധിക്കാറില്ല. ഒരുപാട് ദൂരത്തിലായിരിക്കാം ഒരുപക്ഷെ ഞായറാഴ്ച പ്രോഗ്രാം. അതുകൊണ്ടാണ് അങ്ങനെ വരുവാൻ കഴിയാതിരിക്കുന്നത്. ഇപ്രാവശ്യം വന്നിട്ടൊരു ഡാലസിലുള്ള ഒരു ചർച്ചിൽ മാത്രമേ പോകുവാനായിട്ട് കഴിഞ്ഞുള്ളൂ. ഇന്ന് ഏതായാലും ഈ നിലയിൽ നിങ്ങളോട് കൂടി ആയിരിക്കുവാനിടയായതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ 40 വർഷമായില്ല, 35 വർഷങ്ങളായി ഗാനങ്ങൾ പാടുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ ആ നിലയിൽ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനൊരു വലിയ പാട്ടുകാരനൊന്നുമല്ല, പക്ഷേ ദൈവം തന്ന ഞാൻ പാട്ട് പഠിച്ചിട്ടില്ല. എന്നാൽ ദൈവം ഉപയോഗിച്ചു എന്നല്ലാതെ ദൈവത്തിൻ്റെ ഹിതത്തിന് കീഴ്പ്പെട്ടപ്പോൾ, അല്ലെങ്കിൽ ദൈവം കർത്താവിൻ്റെ സ്നേഹം പാടുവാൻ ഉള്ള പ്രേരണ എൻ്റെ ഹൃദയത്തിൽ നൽകിയത് മുതൽ ഒരുപാട് അവസരങ്ങൾ ദൈവം തന്നു. ഒരുപാട് പാട്ടുകൾ, 6000-ലധികം പാട്ടുകൾ റെക്കോർഡ് ചെയ്യാൻ ദൈവം സഹായിച്ചു. അതുപോലെ ഒരുപാട് പ്രോഗ്രാമുകൾ നടത്തുവാനൊക്കെ ഇടയായി. ഇന്ന് വൈകിട്ടും പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞല്ലോ. നിങ്ങളെല്ലാവരും കടന്നു വരണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ഒരു 3 പാട്ടുകൾക്കുള്ള സമയമുണ്ടെന്നാണ് പറഞ്ഞത്. ആ നിലയിൽ 3 പാട്ടുകൾ പാടുവാൻ ആഗ്രഹിക്കുന്നു. നാം ആരാധനയ്ക്ക് നാം ചിന്തിച്ചത് നമ്മുടെ
ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ അനുഭവങ്ങൾ നാം ആരായിരുന്നു എന്നാണ് നാം ആദ്യം പല ചിന്തകളിൽ നാം കേട്ടത്. നാം ബലഹീനരായിരുന്നു, അല്ലെങ്കിൽ ശത്രുക്കളായിരുന്നു, പാപികളായിരുന്നു, നാം കരുണ ലഭിക്കാത്തവരായിരുന്നു. എന്നാൽ കരുണ ലഭിച്ചു, ഇതൊക്കെ നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ആദ്യത്തെ ഗാനം എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ഗാനമാണ്. ശത്രുവായ നമ്മെ മിത്രങ്ങളാക്കിയ, ദൈവത്തോട് ശത്രുത പുലർത്തിയിരുന്ന നമ്മെ ദൈവത്തിൻ്റെ മിത്രമാക്കി തീർത്ത ഒരു വലിയ കൃപയെ ഓർപ്പിക്കുന്ന, ആ സ്നേഹത്തെ ഓർപ്പിക്കുന്ന ഒരു ഗാനമാണ്. ഒരുപാട് പാട്ടുകൾ ദൈവസ്നേഹത്തെക്കുറിച്ചുണ്ട്, എങ്കിലും എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ഗാനമാണ്. അതിങ്ങനെയാണ് ആരംഭിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു പാട്ടാണ്. കാൽവരി ക്രൂശിൽ കാണും സ്നേഹത്തിൻ പൂർണ്ണത, ശത്രുവാം എന്നെ ദൈവം മിത്രമാക്കി. അതിൻ്റെ കോറസാണ് ഏറ്റവും ഹൃദ്യമായ വരികൾ. ദുഃഖത്തിൽ ആശ്വാസമായി, രോഗത്തിൽ എൻ സൗഖ്യമായി, ഘോര വിപത്തുകളിൽ എന്നെ താൻ ശാശ്വത ഭുജങ്ങളാൽ മാർവോടണച്ചിടും ഈ സ്നേഹസ്വരൂപനൻ ആത്മസ്നേഹിതൻ. ശത്രുവായ നമ്മെ തൻ്റെ മാറോട് ചേർത്ത ആ വലിയ ദൈവം നമ്മെ മിത്രങ്ങളാക്കി തീർത്ത് തൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച്, അല്ലെങ്കിൽ നമ്മെ ഓരോ ദിവസവും അനുദിനം നമ്മെ വഴി നടത്തുന്ന ആ സ്നേഹത്തെ ഓർപ്പിക്കുന്ന ഒരു ഗാനം. ഇതിൻ്റെ കോറസ് നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ചേർന്ന് പാടണം. മുഴുവൻ പാട്ടും പാടാൻ കേട്ടോ, അറിയാവുന്ന എല്ലാവർക്കും. കോറസ് എന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇല്ലേ, അറിയില്ലേ പാട്ട്? ദുഃഖത്തിൽ രോഗത്തിൽ എൻ സൗഖ്യമാ, ഘോര വിപത്തുകൾ മാർവോടണച്ചിടും ഈ സ്നേഹസ്വരൂപനൻ ആത്മസ്നേഹ. ഓക്കെ, ഇനി ഈ പാട്ടിൻ്റെ കൂടെ നിങ്ങൾ ചേർന്ന് പാടണം. ഓക്കെ. കാൽവരി ക്രൂശിൽ കാണും സ്നേഹത്തിൻ പൂർണ്ണത, ശത്രുവാം എന്നെ ദൈവം മിത്രമാക്കി. രക്തവും ചിന്തി യേശു എന്നെ രക്ഷിപ്പാനായി, ഈ സ്നേഹസ്വരൂപനൻ ആത്മസ്നേഹിതൻ. ദുഃഖത്തിൽ ആശ്വാസമാ, രോഗത്തിൽ എൻ സൗഖ്യമാ, ഘോര വിപത്തുകളിലെന്നെത്താൻ ശാശ്വത ഭുജങ്ങളാൽ മാർവോടണച്ചിടും ഈ സ്നേഹസ്വരൂപനൻ ആത്മസ്നേഹിതൻ. ഈ സ്നേഹസ്വരൂപനൻ ആത്മസ്നേഹിതൻ. ദുഃഖത്തിൽ ആശ്വാസമാ, രോഗത്തിൽ എൻ സൗഖ്യമാ, ഘോര വിപത്തുകളിലെന്നെത്താൻ ശാശ്വത ഭുജങ്ങളാൽ മാർവോടണച്ചിടും ഈ സ്നേഹസ്വരൂപനൻ ആത്മസ്നേഹിതൻ. ഈ സ്നേഹസ്വരൂപനൻ ആത്മസ്നേഹിതൻ. ക്രിസ്തുവിൻ സ്നേഹമെന്നെ നിർബന്ധിക്കുന്നതാൽ എന്നെ തന്നെ വെറുത്തൻ ക്രൂശെടുത്തു ഞാൻ. നിന്നയും ചുമന്നു പാളയത്തിൻ പുറം ഈ സ്നേഹസ്വരൂപനൻ ആത്മസ്നേഹിതൻ. ദുഃഖത്തിൽ ആശ്വാസമാ, രോഗത്തിൽ എൻ സൗഖ്യമാ, ഘോര വിപത്തുകളിലെന്നെത്താൻ
ശാശ്വത ഭുജങ്ങളാൽ മാർവോടണച്ചിടും ഈ സ്നേഹസ്വരൂപനൻ ആത്മസ്നേഹിതൻ, ഈ സ്നേഹസ്വരൂപനൻ ആത്മസ്നേഹിതൻ. ദുഃഖത്തിൽ ആശ്വാസമായി, രോഗത്തിൽ എൻ സൗഖ്യമാ, ഘോര വിപത്തുകളിലെന്നെത്താ ശാശ്വത ഭുജങ്ങളാൽ മാർവോടണച്ചിടും ഈ സ്നേഹസ്വരൂപനൻ ആത്മസ്നേഹിതൻ, ഈ സ്നേഹസ്വരൂപനൻ ആത്മസ്നേഹിതൻ. തൻ പുനരുത്ഥാനത്തിൻ ശക്തി ധരിക്കുവാൻ, തൻ്റെ മരണത്തോടങ്ങേകി ഭവിപ്പാൻ, ക്രിസ്തുവിൻ കഷ്ടങ്ങളിൽ പങ്കാളിയാകുവാൻ ഈ സ്നേഹസ്വരൂപനൻ ആത്മസ്നേഹിതൻ. ദുഃഖത്തിൽ ആശ്വാസമായി, രോഗത്തിൽ എൻ സൗഖ്യമാ, ഘോര വിപത്തുകളിലെന്നെത്താ ശാശ്വത ഭുജങ്ങളാൽ മാർവോടണച്ചിടും ഈ സ്നേഹസ്വരൂപനൻ ആത്മസ്നേഹിതൻ, ഈ സ്നേഹസ്വരൂപനൻ ആത്മസ്നേഹിതൻ. ദുഃഖത്തിൽ ആശ്വാസമായി, രോഗത്തിൽ എൻ സൗഖ്യമാ, ഘോര വിപത്തുകളിലെന്നെത്താ ശാശ്വത ഭുജങ്ങളാൽ മാർവോടണച്ചിടും ഈ സ്നേഹസ്വരൂപനൻ ആത്മസ്നേഹിതൻ, ഈ സ്നേഹസ്വരൂപനൻ ആത്മസ്നേഹിതൻ. ദുഃഖത്തിൽ ചർവണം ആശ്വാസമായി, രോഗത്തിൽ എൻ സൗഖ്യമാ, ഘോര വിപത്തുകളിലെന്നെത്താ ശാശ്വത ഭുജങ്ങളാൽ മാർവോടണച്ചിടും ഈ സ്നേഹസ്വരൂപനൻ ആത്മസ്നേഹിതൻ, ഈ സ്നേഹസ്വരൂപനൻ ആത്മസ്നേഹിതൻ. ചെറിയാൻ സാർ വളരെ അനുഗ്രഹീതനായിരുന്ന, അല്ലെങ്കിൽ ക്രൈസ്തവ കൈരളിക്ക് ഏറ്റവും ജനപ്രിയ ഗാനങ്ങൾ, അല്ലെങ്കിൽ നാം ഏറ്റവും കൂടുതൽ ഏറ്റുപാടുന്ന പാട്ടുകൾ നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹീതനായ ദേവദാസനായിരുന്നു ചെറിയാൻ സാർ. അദ്ദേഹത്തിൻ്റെ ഒരു ഗാനം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ആനന്ദം എന്താണ് എന്നാണ് നമ്മെ ഓർപ്പിച്ചത്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ആനന്ദം, പല നിലകളിലുള്ള ആനന്ദം ഉള്ളവരാണ് നാം. നല്ല ഭക്ഷണം കാണുമ്പോൾ നമുക്ക് ഒരുപക്ഷെ ആനന്ദമുള്ളവരാണ്, എന്നെ കണ്ടറിയാമല്ലോ. ഓക്കെ, അതുപോലെ ആനന്ദം നൽകുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ ചെറിയാൻ സാറ് പറഞ്ഞു തൻ്റെ ജീവിതത്തിൽ ഒരൊറ്റ ആനന്ദമേ ഉള്ളൂ. അതെന്താണ്? എന്തായിരുന്നു? യേശുവിൻ്റെ സന്നിധി അണയുന്നത്. അതിനൊരു കാരണമാണ് അതിൻ്റെ അടുത്ത വരികളിൽ അദ്ദേഹം നമ്മോട് പറഞ്ഞിരിക്കുന്നത്. അന്നേരം മമ മാനസഖേദം ഒന്നായകലും വെയിലിൽ ഹിമം പോൽ. എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ജീവിതത്തിൻ്റെ ഭാരങ്ങൾ, ദുഃഖങ്ങൾ, ഇതൊക്കെ വെയിലിൽ എപ്രകാരം മഞ്ഞുരുകി തീരുമോ അതുപോലെ തന്നെ എൻ്റെ വേദനകൾ, എൻ്റെ പ്രയാസങ്ങളൊക്കെ ഉരുകിത്തീരുമെന്നാണ് അദ്ദേഹം ആ ഗാനത്തിൽ നമ്മെ ഓർപ്പിക്കുന്നത്. കണ്ണുനീരിൻ്റെ താഴ്വരകൾ നമ്മുടെ ജീവിതത്തിൽ, ജീവിതപാതകളിലൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം കൃപ മഴ പോലെ ചൊരിയുമെന്നാണ് പറയുന്നത്. ഈ ഗാനം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. നിങ്ങളൊന്ന് ചേർന്ന് പാട്. ആരും അനങ്ങാതെ ഇങ്ങനെ ഇരിക്കുകയാണല്ലോ. ഓക്കെ.
ഒന്നേയുള്ളെനിക്കാനന്ദമുലകിൽ യേശുവിൻ സന്നിധി അണയുവതേ. ഒന്നേയുള്ളെനിക്കാനന്ദമുലകിൽ യേശുവിൻ സന്നിധി അണയുവതേ. അന്നേരം മമ മാനസഖേദം ഒന്നായകലും വെയിലിൽ ഹിമം പോൽ. അന്നേരം മമ മാനസഖേദം ഒന്നായകലും വെയിലിൽ ഹിമം പോൽ. ഒന്നേയുള്ളെനിക്കാനന്ദമുലകിൽ യേശുവിൻ സന്നിധി അണയുവതേ. മാനം ധനമേ മന്നിൻ മഹിമകളൊന്നും ശാന്തിയെ നൽകാതാം. മാനം ധനമേ മന്നിൻ മഹിമകളൊന്നും ശാന്തിയെ നൽകാതാം. ദാഹം പെരുകും തണ്ണീരൊഴികെ ലോകം വേറെ തരികില്ലറിക. ദാഹം പെരുകും തണ്ണീരൊഴികെ ലോകം വേറെ തരികില്ലറിക. ഒന്നേയുള്ളെനിക്കാനന്ദമുലകിൽ യേശുവിൻ സന്നിധി അണയുവതേ. നീർത്തോടുകളിൽ മാനെ പോലൻ മാനസമീശനിൽ സുഖം തേടി. നീർത്തോടുകളിൽ മാനെ പോലൻ മാനസമീശനിൽ സുഖം തേടി. വറ്റ ജീവജലത്തിൻ നദിയൻ വറുമയെ അകറ്റി നിർവൃത്തിയരുളി. വറ്റ ജീവജലത്തിൻ നദിയൻ വറുമയെ അകറ്റി നിർവൃത്തിയരുളി. ഒന്നേയുള്ളെനിക്കാനന്ദമുലകിൽ യേശുവിൻ സന്നിധി അണയുവതേ. കണ്ണീർ താഴ്വരയുണ്ടെനിക്കനവധി മണ്ണിൽ ജീവിത പാതയതിൽ. കണ്ണീർ താഴ്വരയുണ്ടെനിക്കനവധി മണ്ണിൽ ജീവിത പാതയതിൽ. എന്നാലും ഭയമെന്തിനരികിൽ നന്നായവൻ കൃപ മഴ പോൽ ചൊരികിൽ. എന്നാലും ഭയമെന്തിനരികിൽ
നന്നായവൻ കൃപ മഴ പോൽ ചൊരിയിൽ ഒന്നേയുള്ളെനിക്കാനന്ദമുലകിൽ യേശുവിൻ സന്നിധി അണയുവതേ ഒന്നേയുള്ളെനിക്കാനന്ദമുലകിൽ യേശുവിൻ സന്നിധി അണയുവതേ അന്നേരം മമ മാനസഖേദം ഒന്നായകലും വെയിലിൽ ഹിമപ്പോൽ അന്നേരം മമ മാനസഖേദം ഒന്നായകലും വെയിലിൽ ഹിമപ്പോൽ ഒന്നേയുള്ളെനിക്കാനന്ദമുലകിൽ യേശുവിൻ സന്നിധി അണയുവതേ. നിങ്ങൾ എന്നോടൊപ്പം ആണോ പാടിയോ കൂടെ? ഞാൻ ഈ കഴിഞ്ഞ 35 വർഷങ്ങളായിട്ട് പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ഒരു 1.5 വർഷങ്ങൾക്ക് മുൻപ് ദൈവം എന്നെ മറ്റൊരു കാഴ്ചപ്പാടെൻ്റെ ഹൃദയത്തിൽ തന്നു. അതൊരു വലിയ വിഷനായിരുന്നു. നമ്മുടെ തിരുവചനം ബൈബിൾ അതൊരു നല്ല വളരെ പ്രൊഫഷണലായിട്ട് ഒരു ഓഡിയോ ഫോർമാറ്റിൽ റെക്കോർഡ് ചെയ്ത് ആളുകളിലേക്ക് എത്തിക്കണമെന്നുള്ളൊരാഗ്രഹം ദൈവം എൻ്റെ ഹൃദയത്തിൽ തന്നു. ശബ്ദം ഉപയോഗിച്ച് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് മുമ്പ് ദൈവം തന്ന ഒരു ചിന്തയാണ്. എന്നാൽ അത് നടത്തുവാൻ കഴിഞ്ഞ ഒരു 1.5 വർഷം കൊണ്ടാണ്. ഒരുപാട് പ്രതിസന്ധികൾ ആ ഒരു യാത്രയിൽ എനിക്കുണ്ടായി. എന്നാൽ വളരെ വളരെ ഭംഗിയായിട്ട് പുതിയ നിയമവും എൻ്റെ ഹൃദയത്തിൽ ആദ്യത്തെ ചിന്ത അല്ലെങ്കിൽ ദൈവം തന്ന ചിന്ത പുതിയ നിയമവും സങ്കീർത്തനങ്ങളും സദൃശവാക്യങ്ങളും അടങ്ങുന്ന ഒരു ഓഡിയോ ബൈബിളാണ്. ദൈവം ആ നിലയിൽ എൻ്റെ മനസ്സിൽ തന്നൊരാഗ്രഹം അത് പൂർത്തിയാക്കുവാൻ എനിക്ക് സാധിച്ചു. കഴിഞ്ഞ നവംബർ 4-ാം തീയതി ഒരു വലിയ നല്ലൊരു ചടങ്ങിൽ വെച്ച് അത് പ്രകാശനം ചെയ്യുവാനിടയായി. വിവിധ സഭാവ്യത്യാസമില്ലാതെ ആളുകൾ അതിൽ പങ്കെടുത്തു. വലിയ ഒരു നല്ല ഫംഗ്ഷനായിട്ട് അത് ചെയ്യുവാൻ എനിക്ക് സാധിച്ചു. ബിനോയ് ചാക്കോ ഓഡിയോ ബൈബിൾ എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. കാരണം പല ഓഡിയോ ബൈബിളുകൾ അവൈലബിൾ ആണ്. എന്നാൽ ഇത് വളരെ പ്രൊഫഷണലായി പല സ്റ്റുഡിയോകളിൽ ഒരു 4 സ്റ്റുഡിയോകളിലാണ് ഇതിൻ്റെ വർക്കുകൾ നടന്നത്. ഒരു സ്റ്റുഡിയോയിൽ ഓഡിയോ എടുക്കും, അതിൻ്റെ അടുത്ത സ്റ്റുഡിയോയിൽ അത് ഓഡിയോ ക്ലീൻ ചെയ്യും, അതിനടുത്ത സ്റ്റുഡിയോയിൽ മ്യൂസിക് ആളുകളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് അത് മ്യൂസിക് മിക്സ് ചെയ്യും. അതിനുശേഷം അതൊരു വീഡിയോ സ്റ്റുഡിയോയിലേക്ക് പോകും. യൂട്യൂബിൽ ഒരു വിഷ്വൽ സപ്പോർട്ടോടു കൂടിയാണ് ഇത് വന്നിരിക്കുന്നത്. വളരെ പ്രൊഫഷണലായിട്ട് ചെയ്തൊരു വർക്കാണിത്. നിങ്ങൾക്കിത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്നവർക്കത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഓൾറെഡി പലരുടെ ഫോണിലുണ്ട്. അതുപോലെ ആപ്പ് സ്റ്റോറിൽ ഐഫോണാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിങ്ങൾക്കത് ലഭ്യമാണ്. ഇത് എല്ലാ പ്ലാറ്റ്ഫോമിലും അത് സൗജന്യമായിട്ടാണ് നമ്മളത് ആളുകൾക്ക് നൽകുന്നത്. പിന്നെ താല്പര്യമുള്ള ആളുകൾക്കത് പെൻ ഡ്രൈവിൽ വാങ്ങുവാൻ, കാര്യം യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ വാഹനങ്ങളിൽ ഒരു പക്ഷേ പെൻ ഡ്രൈവിൽ പ്ലേ ചെയ്യുന്നത് സൗകര്യപ്രദമാണ്. അതുകൊണ്ട് ആ നിലയിലും അത് ലഭ്യമാണ്. അതൊരു കൊമേഴ്ഷ്യൽ പ്രോഡക്റ്റ് അല്ല. എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ചില സ്നേഹിതരാണ് ഇതിനെന്നെ സാമ്പത്തികമായി സഹായിച്ചത്. എന്നാൽ ഇപ്പോൾ ഇത് പഴയ നിയമം ചെയ്യണമെന്നുള്ള സ്നേഹിതരുടെ നിരന്തരമായ അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ എന്നോട് ആവശ്യപ്പെട്ടു. ഇത് പൂർണ്ണമല്ല, അതുകൊണ്ട് പഴയ നിയമം കൂടെ ചെയ്യണം എന്ന് വളരെ സ്നേഹത്തോടെ ഒരുപാട് ആളുകൾ ആവശ്യപ്പെട്ടതനുസരിച്ച് ഇപ്പോൾ അതിൻ്റെ റെക്കോർഡിംഗ് കൊണ്ട് തുടങ്ങിക്കഴിഞ്ഞാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. മലാഖി, സെഖര്യാവ്, ഈ 2 ബുക്കുകളാണ് ഞാൻ റെക്കോർഡ് ചെയ്തപ്പോൾ. ഇനി ചെന്നിട്ട് അതിൻ്റെ ബാക്കിയുള്ള വർക്കുകൾ അത് പുറകോട്ടാണ് അത് റെക്കോർഡ് ചെയ്യുന്നത്. കാരണം അത് ചെയ്യുന്നതനുസരിച്ച് അപ്ലോഡ് ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം ഉൽപ്പത്തി മുതൽ ലഭിക്കത്തക്ക നിലയിലാണത് ക്രമീകരിച്ചിരിക്കുന്നത്. നിങ്ങൾക്കൊരു വളരെ നല്ല ശ്രവ്യാനുഭവം തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നാം വായിക്കുന്നതിനേക്കാൾ കൂടുതൽ കേൾക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിലെ അത് ഹൃദയസ്ഥമായി, അല്ലെങ്കിൽ നമുക്കത് ശരിയായ നിലയിൽ നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയും. അതുകൊണ്ടത് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തണമെന്ന് ഓർപ്പിക്കുന്നു. പ്ലേ സ്റ്റോറിൽ അത് ബിനോയ് ചാക്കോ ഓഡിയോ ബൈബിൾ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും നിങ്ങൾക്ക് ലഭ്യമാണ്. ഈ പ്രവർത്തനങ്ങളെ സഹായിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ കുറച്ച് പെൻഡ്രൈവ് കോപ്പികളുണ്ട്. നിങ്ങൾക്ക് അത് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാവുന്നതാണ്. അതിനൊരു പ്രൈസൊന്നും ഇട്ടിട്ടില്ല. ആ നിലയിൽ ഞാൻ പറഞ്ഞല്ലോ, അതൊരു കൊമേഴ്ഷ്യൽ പ്രോഡക്റ്റ് അല്ല. അതുകൊണ്ട് ആ നിലയിൽ അതിനെ
കാണണമെന്ന് ഓർപ്പിക്കുന്നു. നിൻ സ്നേഹം പാടുവാൻ, നിൻ നാമം ഉയർത്തുവാൻ എന്നുള്ള ഒരു ഗാനമാണ് അടുത്തായിട്ട് പാടുവാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് നമ്മുടെ ചെറിയൻ സാറൊക്കെ തന്ന പോലെ ഒരുപാട് പാട്ടുകൾ തന്ന JV പീറ്റർ എന്ന അനുഗ്രഹീതനായിരുന്ന ഒരു ഭക്തനായിരുന്ന കവി, അദ്ദേഹം എഴുതിയ ഒരു പാട്ടാണ് നിൻ സ്നേഹം പാടുവാൻ, നിൻ നാമം ഉയർത്തുവാൻ, നിൻ സേവ ചെയ്യുവാൻ, നിന്നെ പുകഴ്ത്തുവാൻ. നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുക, കർത്താവിനെ പുകഴ്ത്തുക, കർത്താവിൻ്റെ സേവ ചെയ്യുക. എന്നേശുവേ, എൻ ദൈവമേ, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. ഈ ഗാനം നിൻ സ്നേഹം പാടുവാൻ, നിൻ നാമം ഉയർത്തുവാൻ, നിൻ സേവ ചെയ്യുവാൻ, നിന്നെ പുകഴ്ത്തുവാൻ. നിൻ സ്നേഹം പാടുവാൻ, നിൻ നാമം ഉയർത്തുവാൻ, നിൻ സേവ ചെയ്യുവാൻ, നിന്നെ പുകഴ്ത്തുവാൻ. എന്നേശുവേ, എൻ നാഥനേ, എൻ ദൈവമേ, അങ്ങേ ആരാധിക്കും. എന്നേശുവേ, എൻ നാഥനേ, എൻ ദൈവമേ, അങ്ങേ ആരാധിക്കും. താഴ്ചയിൽ നിന്നെന്നെ ഉയർത്തിയല്ലോ നീ, ആമോദത്താൽ ഞാൻ ആനന്ദം കൊള്ളുന്നു. താഴ്ചയിൽ നിന്നെന്നെ ഉയർത്തിയല്ലോ നീ, ആമോദത്താൽ ഞാൻ ആനന്ദം കൊള്ളുന്നു. എന്നേശുവേ, എൻ നാഥനേ, എൻ ദൈവമേ, അങ്ങേ ആരാധിക്കും. എന്നേശുവേ, എൻ നാഥനേ, എൻ ദൈവമേ, അങ്ങേ ആരാധിക്കും. കർത്താനാം യഹോവേ, എന്നെ ഇത്രത്തോളവും കൊണ്ടുവരുവാൻ എൻ ഗ്രഹവും എന്തുള്ളൂ. കർത്താനാം യഹോവേ, എന്നെ ഇത്രത്തോളവും കൊണ്ടുവരുവാൻ എൻ ഗ്രഹവും എന്തുള്ളൂ. എന്നേശുവേ, എൻ നാഥനേ, എൻ ദൈവമേ, അങ്ങേ ആരാധിക്കും. എന്നേശുവേ, എൻ നാഥനേ, എൻ ദൈവമേ, അങ്ങേ ആരാധിക്കും.
ഇതുവരെ എബനേസരാ എന്നോടു കൂടെ, ഇരുൾ മൂടിയ പാതയിൽ വെളിച്ചമായി മുൻപിലായി. ഇതുവരെ എബനേസരാ എന്നോടു കൂടെ, ഇരുൾ മൂടിയ പാതയിൽ വെളിച്ചമായി മുൻപിലായി. എന്നേശുവേ, എൻ നാഥനേ, എൻ ദൈവമേ, അങ്ങേ ആരാധിക്കും. എന്നേശുവേ, എൻ നാഥനേ, എൻ ദൈവമേ, അങ്ങേ ആരാധിക്കും. താങ്ക് യു. നൽകിയ നല്ല അവസരത്തിനായി നിങ്ങൾക്കും സർവശക്തനായ ദൈവത്തിനും നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്.